ഈശോയിലേറെ സ്നേഹമുള്ളവരെ, നാം ആണ്ടുവട്ടത്തിലെ വലിയ നോമ്പിലാണ്. പ്രത്യേകിച്ചും വിശുദ്ധവാരത്തോട് ഏറ്റവും അടുത്ത ഒരുക്കത്തിലായിരിക്കുന്നു. ഒരുപാട് ഉപേക്ഷിക്കലുകളെക്കുറിച്ച് നോമ്പ് നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. നാം ധ്യാനിക്കേണ്ടത് നാം ഉപേക്ഷിച്ചവയിലേക്ക് വീണ്ടും തിരികെ എപ്പോഴെങ്കിലുമൊക്കെ പോകാറുണ്ടോ എന്നുള്ളതാണ്. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ സമാനമായ അനുഭവം ഉണ്ടാകുന്നുണ്ട്. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈശോയെ അനുധാവനം ചെയ്യുവാനായിട്ട് മനസ്സ് കാണിച്ച ഈ അപ്പോസ്തലന്മാർ അവരുടെ ജീവിതത്തിൻ്റെ ചില നിർണായകമായ സാഹചര്യങ്ങളിൽ ഉപേക്ഷിച്ചവയിലേക്ക് തിരികെ പോകുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. സ്നേഹമുള്ളവരെ, ആരൊക്കെ ഉപേക്ഷിച്ചാലും ഞങ്ങൾ നിന്നെ ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞവരാണ് അപ്പോസ്തലന്മാർ. ജീവിതത്തിൽ പ്രതീക്ഷകൾ നഷ്ടമായപ്പോൾ പണ്ട് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ അതേ വലയിലേക്ക് നോക്കി തന്നെയാണ് പത്രോസ് പറയുന്നത്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണെന്ന്. നമ്മൾ ധ്യാനിക്കേണ്ട ധ്യാന വിഷയം അവർക്കൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. 2 ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് അവർക്ക് ഒന്നും കിട്ടിയില്ല? എന്നിട്ടും അവർ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്തുകൊണ്ട്? എന്നിട്ടും. സ്നേഹമുള്ളവരെ, കടലിൻ്റെ ചൂടും താളവും ശ്രുതിയുമൊക്കെ തിരിച്ചറിയുന്ന വലിയ മുക്കുവനാണ് പത്രോസ്. അവനറിയാം എവിടെയാണ് മത്സ്യം കിട്ടുക എന്ന്. എന്നിട്ടും ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല എന്നാണ് വചനം പറയുക. എന്തുകൊണ്ട് അവർക്കൊന്നും കിട്ടിയില്ല? ഒന്നാമത്തെ കാരണം, കടപ്പാടുകളെ മറക്കുന്ന കർമ്മങ്ങളൊക്കെ പലപ്പോഴും ഫലരഹിതമായിരിക്കും. The deeds that forget obligations are fruitless. ജീവിതത്തിലെ കടപ്പാടുകളെയൊക്കെ മറന്നുകൊണ്ട് നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പലപ്പോഴും ഫലശൂന്യമായിരിക്കും. ചുറ്റുവട്ടങ്ങളിലൊക്കെ അറിയാതെ പോയിരുന്ന മനുഷ്യരാണ് ഇന്ന് ഈശോയുടെ സാന്നിധ്യം കൊണ്ട് എല്ലായിടത്തും അറിയപ്പെടുന്നവരായിട്ട് മാറിയത്. 3.5 വർഷക്കാലം ഈശോയുടെ കൂടെ ജീവിച്ചവർ, ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷ്യമായവർ, ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിയവരൊക്കെ ഇന്നവർ വന്ന വഴികളെയൊക്കെ മറന്നുകൊണ്ട്, അവരുടെ ഉത്തരവാദിത്തങ്ങളെയൊക്കെ മറന്നുകൊണ്ട് അവർ പഴയതിലേക്ക് വീണ്ടും പോവുകയാണ്. പണ്ട് ഉപേക്ഷിച്ചവയിലേക്ക് അവർ വീണ്ടും തിരികെ പോകുന്നു. സ്നേഹമുള്ളവരെ, അവർക്ക് ഒരുപാട് അറിയാവുന്ന പണിയായിരുന്നിട്ട് പോലും അവരുടെ വല കാലിയായിരുന്നു എന്നാണ് വചനം പറയുക. സ്നേഹമുള്ളവരെ, നാമൊക്കെ ധ്യാനിക്കേണ്ടത് നമ്മുടെ ജീവിതം തന്നെയാണ്. നമുക്ക് ഒരുപാട് സൗകര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും എവിടെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ വല കാലിയാകുന്നുണ്ടോ? സമാധാനത്തിൻ്റെ വല കാലിയാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ക്രിസ്തുവിനെ മറന്ന് നാം എവിടെങ്കിലുമൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവാം. നമ്മുടെ കർമ്മമണ്ഡലങ്ങളിൽ പലപ്പോഴും ക്രിസ്തുവിന് സാന്നിധ്യമുണ്ടായി കാണുകയുമില്ല. ക്രിസ്തുവിനെ മറക്കാതെ മുമ്പോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം. സൗകര്യപ്രദമായ ചില മറവികൾ നമുക്കും ഉണ്ടാവാറുണ്ട്. പഴയ നിയമ ജനതയ്ക്ക് മരുഭൂമിയിൽ വെച്ച് മന്ന കൊടുത്തതും അഗ്നിസ്തംഭമായതും മേഘമായതും ഒക്കെ അവർ മറന്നുകൊണ്ട് പിറുപിറുക്കുന്നുണ്ട്. ഈജിപ്തിലായിരുന്നെങ്കിൽ ഭക്ഷണം കിട്ടുമായിരുന്നു എന്നൊരു പറയുന്നുമൊക്കെയുണ്ട്. ഇന്നലകളെ മറക്കുന്നവരായിട്ട് നാമൊക്കെ മാറിപ്പോകുന്നില്ലേ? അവിടെ ആയിരിക്കാം നമുക്ക് നല്ല ഫലങ്ങൾ കിട്ടാതെ പോവുക. മീൻ പിടിക്കുവാനായിട്ട് തിബേരിയസിലേക്ക് പോയവരൊക്കെ അവരുടെ പഴയത് പലതും മറന്നു പോവുകയാണ്. കൃതജ്ഞതയുടെ കാറ്റ് വീശുമ്പോഴാണ് ഓർമ്മയുടെ കനലുകൾ തെളിയുക. നോഹ വിട്ട മലങ്കാക്കയെ പോലെ പുതിയ വിരുന്നിൽ പഴയത് മറക്കുന്നവരായിട്ട് നാം ഒന്നുമായി തീരരുതേ. എന്തുകൊണ്ട് അവർക്കൊന്നും കിട്ടിയില്ല? 2ാമത്തെ ചിന്ത, ക്രമീകൃതമായതിൽ നിന്നും പ്രാകൃതമായതിലേക്കുള്ള മടങ്ങിപ്പോക്കലും ഫലശൂന്യമാണ്. റിട്ടേൺ ഫ്രം ഓർഡർ ടു പ്രിമിറ്റീവ്. റിട്ടേൺ ഫ്രം ഓർഡർ ടു ഓർഡർലെസ് ഇസ് ഫ്രൂട്ട്ലെസ്. പ്രാകൃതമായവയിലേക്കുള്ള തിരികെ പോക്കുകളും പലപ്പോഴും ഫലശൂന്യമായിട്ട് മാറപ്പെടാം. ഇവരുടെ ജീവിതത്തിൽ ഒരു ക്രമം കൊണ്ടുവന്നത് ഈശോയാണ്. അക്രമമായതിൽ നിന്നും പ്രാകൃതമായതിലേക്ക് അവർ യാത്ര ചെയ്തപ്പോഴും അവരുടെ അധ്വാനം ഫലമില്ലാതായിട്ട് പോവുകയാണ്. ഒരു പൂർണ്ണമായ ഉപേക്ഷിക്കൽ നമുക്കുണ്ടാവണം. പഴയ നിയമത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 20 മുതലുള്ള വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഏലിയ പ്രവാചകൻ എലീഷായുടെ മേത്ത് അങ്കിയിടുന്നതിനെ കുറിച്ച്. ഏലീഷ ഏലിയായെ അനുധാവനം ചെയ്യുന്നതിന് മുമ്പ് തിരികെ പോയിട്ട് തൻ്റെ 12 ജോഡി കാളകളെയും കൊന്ന് കലപ്പയും കത്തിച്ചിട്ടാണ് തിരികെ പോവുക. ഒരിക്കൽ പോലും തിരികെ പഴയതിലേക്ക് പോവാതിരിക്കാനായിട്ട്. സമറിയാക്കാരി സ്ത്രീ തൻ്റെ കുടം ഉപേക്ഷിച്ചിട്ടാണ് തിരികെ പോവുക. പക്ഷെ പത്രോസ് തൻ്റെ വല എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. 1ാമത്തെ ചിന്ത ഇതായിരുന്നു, എന്തുകൊണ്ട് അവർക്കൊന്നും ലഭിച്ചില്ല? ഉത്തരം, കടപ്പാടുകളെ മറക്കുന്ന കർമ്മവും
പ്രാകൃതമായവയിലേക്കുള്ള തിരിച്ചുപോക്കും ഫലദായകമാവുകയില്ല. രണ്ടാമത്തെ ധ്യാനം, എന്നിട്ടും അവർക്കൊന്നും ലഭിക്കാതിരുന്നിട്ടും പുലരിയാവോളം അവർ അധ്വാനിക്കുന്നുണ്ടായിരുന്നു. പ്രഭാതത്തിൻ്റെ തെളിമയിൽ ഈശോയുടെ സാന്നിധ്യം അവർക്ക് അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട്. അവിടെ അവരെയും കാത്ത് കൃപയുമായിട്ട് മിശിഹ കാത്തിരിപ്പുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ, സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, കണ്ണുനീരുണ്ടാകുമ്പോൾ, അവിടെയൊക്കെ ക്രിസ്തുവിലേക്ക് ദർശനം കൊടുക്കുവാൻ പരിശ്രമിക്കുമ്പോൾ അവിടെ നമ്മുടെ പ്രതീക്ഷയ്ക്കും അപ്പുറത്തേക്ക് നമ്മളെ കാത്തിരിക്കുന്ന അനുഗ്രഹവുമായിട്ട് ഈശോ മിശിഹ കൂടെ ഉണ്ടാവും. ദൈവിക സാന്നിധ്യമുണ്ടാവും. പുലരിയുടെ വെളിച്ചത്തിൽ ഈശോ അവരെ കാത്തിരിപ്പുണ്ട്. മക്കളെ എന്നും വിളിച്ചുകൊണ്ട് നമ്മളെയും കാത്തിരിക്കുന്നൊരു ഈശോയുണ്ട്. അതിന് നാം ചെയ്യേണ്ടത് ഈ നോമ്പ് കാലത്ത് ഇരുളിമയാർന്ന ജീവിത മേഖലയിൽ നിന്നും പ്രഭാതത്തിലേക്ക് കടന്നു വരിക, വെളിച്ചത്തിലേക്ക് കടന്നു വരിക. അന്ത്യത്താഴത്തിന് ശേഷം ഒറ്റുകാരൻ പോയത് ഇരുളിലേക്കാണെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ദാവീദും അവൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇരുളിമയാർന്ന മേഖലയിൽ നിന്നും പ്രകാശത്തിലേക്ക് കടന്നു വരാം. അവിടെ കൃപ തരുന്ന ഒരു ഈശ്വര സാന്നിധ്യമുണ്ട്. നീ അറിയാത്ത കൃപയും ഒരുക്കി വെച്ചുകൊണ്ട് നിനക്കു വേണ്ടിയും ക്രിസ്തു എന്തൊക്കെയോ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ നോമ്പുകാലം അനുഗ്രഹമാക്കാം. അധ്വാനങ്ങളൊക്കെ ഫലശൂന്യമായി പോകുമ്പോഴും ക്രിസ്തുവിനോട് കൂടെ ആയിത്തീരുവാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതമൊക്കെ അനുഗ്രഹമായിട്ട് മാറും. ഈ നോമ്പുകാലം അതിനുള്ളൊരു കാരണമാക്കാം. ഈശോയുടെ കൂടെ ചേർന്നുകൊണ്ട് എല്ലാ കണ്ണുനീരും അനുഗ്രഹമാക്കുന്ന, നിനക്ക് വേണ്ടി വിരുന്നൊരുക്കി കാത്തിരിക്കുന്ന, നിന്റെ പ്രതീക്ഷയ്ക്കും അപ്പുറത്തേക്ക് നിന്നെ പരിപാലിക്കുന്ന ഈശ്വര കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.